എടുക്കണ്ട. മഹാവിഷ്ണു ക്ഷേത്രം കുറ്റിച്ചാറ്റ്. ഹായ്, നമസ്കാരം. ഞാൻ നിൽക്കുന്നത് നമ്മൾ ചെങ്ങന്നൂർ നിന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ സ്ഥലപ്പേരെന്താണ്, കല്ലിശ്ശേരി നിന്ന് കഴിയുമ്പോൾ മുണ്ടക്കാവിൻ്റെ അകത്തോട്ട് മുണ്ടങ്കാവിന് റൈറ്റിലോട്ട് നമുക്ക് ഇല്ലാതെ പുലിയൂരൊക്കെ പോകാം. ചെങ്ങന്നൂർ അല്ല, പുലിയൂർ, ബുധനൂർ, മാവേലിക്കര പോകുന്ന റൂട്ടുണ്ട്. അതുപോലെ തൃച്ചിച്ചാറ്റി അല്ലേ, തൃച്ചിച്ചാറ്റ് പഞ്ചപാണ്ഡവ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഞാൻ വന്ന വഴിക്ക് കണ്ട, ഞങ്ങൾ വേറെ സ്ഥലം വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രവും ഈ ഒരു കുളവും നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ ഇവിടുത്തെ ഒരു എനർജി. അപ്പോൾ ഞങ്ങളിതൊന്ന് ലൈവ് ഒന്ന് വരയ്ക്കാൻ, ഞങ്ങൾ വേറെ സ്ഥലത്ത് യാത്ര പോയതാണ്. എന്നാൽ ഒന്ന് വരച്ചേക്കാന്ന് തോന്നി, ഞങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറേ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നേ. അയ്യോ, ഇവിടുന്ന് വിളിക്കാനും പാടാ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് മുണ്ടങ്കാവ് എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രമുണ്ട് തൃച്ചിച്ചാറ്റ് പഞ്ചപാണ്ഡവ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്താണ് ഇതിൽ. അപ്പോൾ ഇതിലെ യാത്ര ചെയ്തപ്പോഴാണ് ഈ ഒരു ക്ഷേത്രം കാണുന്നതും. നല്ലൊരു ലൊക്കേഷൻ ആട്ടോ, നല്ലൊരു ഭക്തിസാന്ദ്രമായ ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ കണ്ടാൽ നമുക്ക് ഇവിടം വരയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഈ കാണുന്ന ഒരു ആംഗിൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൃച്ചിച്ചാറ്റ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പേര്, പഞ്ചപാണ്ഡവ ക്ഷേത്രം ആണ്. ഞങ്ങൾ ഇത് വരയ്ക്കാൻ പോവാണ്. വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യണേ. ചെങ്ങന്നൂരാണ്, ഇത് ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. കല്ലിശ്ശേരി മുണ്ടങ്കാവ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. തൃച്ചിച്ചാറ്റ് പഞ്ചപാണ്ഡവ ക്ഷേത്രമാണ്. ഭയങ്കര ഇതാട്ടോ, ശാന്തമായ ഒരു ഇടമാണ്. ഏത് നിമിഷവും ഇവിടെ ഭയങ്കര അന്തരീക്ഷമാണ്. ഇവിടെ ഇരിക്കാനും കുളവും റോഡ് സൈഡിൽ മരങ്ങളും കാര്യങ്ങളും ഒക്കെ. യാത്രയോടെ കഴിഞ്ഞ ഇതിലേ പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രം കാണുന്നതും ഇത് വരയ്ക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അത് ഞങ്ങൾ വരച്ചു തുടങ്ങുവാണ്. അല്ല, കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി. അത് ഞങ്ങൾ കേരളം അങ്ങോട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞങ്ങളിങ്ങനെ വരച്ച് ഇങ്ങനെ പോകുന്നതായിരിക്കും. അവിടെ കളർ പാലത്തൊക്കെ ഉണ്ട്, അടിപൊളി കളർ പാലത്ത്. അയ്യോ, എപ്പോൾ നശിച്ച് പോയെന്ന് ചോദിച്ചാൽ ബോധി ഇവിടെ ഇവിടെ യാത്ര ചെയ്താൽ നല്ല വ്യൂ ആണോ? നല്ല വ്യൂ. അവിടെ കയറാൻ പറ്റുമോ? ഇതിനകത്തോ? ഓ, പിന്നെ അത് ക്ഷേത്രത്തിൻ്റെ മാറിയോ? പിന്നെ ഇത് ഈ അടുത്ത സമയത്ത് ഇത്രയും ഡെവലപ്പ്. അങ്ങനെ നിൽക്കണ്ടേ? ഇത് ധർമ്മപുത്രരുടെ അമ്പലം, പഞ്ചപാണ്ഡവരിലെ ധർമ്മപുത്ര അല്ലേ? നമ്മുടെ എവിടെ നിന്ന് ഇത് ഞങ്ങൾ നല്ലൂരാണ്. നല്ലൂർ നമ്മുടെ ക്ഷേത്രം ഇങ്ങനെ മറിച്ച് ചെയ്യാം അല്ലേ? അതൊക്കെ ചെയ്യാം നമുക്ക്.
പുള്ളി ഭയങ്കര ആർട്ടിസ്റ്റാണ്. ഒരു ഓക്കെ ദോഷോടെ ചില മൂവ്മെൻറ്റുകൾ ഓരോ കളർ അപ്ലൈ ഇവിടെ ശരിക്കും രീതി. ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഞങ്ങൾക്ക് നമ്പർ 35 അത് ഫാദർ ചെയ്ത പോലെ ഇരിപ്പുണ്ടോ? കളറിൻ്റെ സൈഡ് അങ്ങനെ ചെറിയ ഫ്രണ്ട്സുണ്ട്. ഫാൻസ് അല്ലേ? ഓ റഷ്യൻ കോയിൻ. മുട്ടയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ഉറുമ്പ് കയറും. മുട്ട വെള്ളയുള്ളതുകൊണ്ട് സാധാരണ നീലാമരി അവരുടെ ഒരു ഞാൻ പിന്നെ എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഫീൽ ഭയങ്കരമായിട്ട് ഭയങ്കര 300കളിൽ വീതം എനിക്കുള്ള മതാചാര്യന്മാർ വന്നില്ല. ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ലോകം കണ്ടവർക്ക് അങ്ങനെ ഒരു ഇത് വരത്തില്ലല്ലോ. അതെ 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 ഒത്തിരി പുറയില്ല ചെപ്പോഴും. അതെ അതെ അല്ല ഒരാ പുള്ളി മാറ്റിയോ? പുള്ളിയുടെ കാലാവധി കഴിഞ്ഞു. ഓ അത് ശരി. എവിടെ വീട് കണ്ടേ? വീട് അപ്പുറത്ത് പുറയിൽ കൂടി പോയി. ഓ ശരി. കുറച്ച് യാത്ര പോയാണ് പഞ്ചപാണ്ഡവ മഹാവിഷ്ണു ക്ഷേത്രം. ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞറിയാം. അതായത് പഞ്ചപാണ്ഡവർ 5 പേരും ഇവിടെ വനവാസകാലത്ത് വന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ദേവാലയമൂർത്തികളെ പ്രതിഷ്ഠിച്ചു. ഓ വനവാസം ഇവിടെ അപ്പോൾ ഇവിടെ പാണ്ഡവംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു അവർ. ഓ അപ്പോൾ 5 പേരും 5 ഇടത്ത് ഇവിടെ യുധിഷ്ഠിരൻ പുനഃപ്രതിഷ്ഠിച്ച സ്ഥലമാണ്. പുലിയൊരു ഭീമൻ, ആറന്മുള അർജുനൻ, സഹദേവൻ, നകുലൻ, അങ്ങനെയാണ് അതിൻ്റെ 5 എണ്ണം. 5 അമ്പലവും ഒരു ദിവസം ദർശനം നടത്തി കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. ഒരു ദിവസം അല്ലേ? ഒരു ദിവസം അതിൻ്റെ എനർജി നമുക്ക് കിട്ടിയത്. അതിൻ്റെ എനർജി നമുക്ക് ഇത് അതിപുരാതന നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത് മനുഷ്യനാൽ പ്രതിഷ്ഠിതമല്ല. അതിനും ഋഷിവര്യന്മാർ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡ് ഇവിടുത്തെ ഒരു വഞ്ഞിപ്പുഴ പാലസരം ഇതൊക്കെ ഉണ്ടായിരുന്നു. ആരുടെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അധീനതയിലായിരുന്നു. അവരെല്ലാം ഇവിടെ നിന്നെല്ലാം പോയി. ഒരുപാട് ഹിസ്റ്ററി ഉണ്ടല്ലേ? ഒരുപാട് ഹിസ്റ്ററി. എന്നാൽ ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട്, ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിളിക്കാനും കേട്ടോ. ശരി. ഒരുപാട് സന്തോഷം. ഓക്കെ ശരി. ആയിരിക്കും. ഞാൻ പറ്റാ ഒരിക്കകത്തോട്ട് കൊണ്ടുപോകും. പണിയാണ്.
കുറെ സീൻസേ നമസ്കാരം. അങ്ങനെ തീർന്നേക്കാണ്. ഇവിടെ ആരും ജനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ ഇവിടെ സംഭവം തീർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വർക്കേറെ ആയി. ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ദേവാലയങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വരച്ച് നമ്മൾ ലോകത്തിന് നേരെ കാണിക്കുക എന്നുള്ള കുറേ ഉദ്ദേശം കൊണ്ട് നമ്മുടെ ഇതുണ്ട്. ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കൊണ്ട് പറയപ്പെടുന്നത് ചരിത്രം, ഹിസ്റ്ററി ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്. അപ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഇതിന്, ഇത് ഈ ക്ഷേത്രത്തിനെ പറയുക. അത് നമ്മൾ അന്വേഷിച്ച് ഒരിക്കലും വരുന്നതായിരിക്കും. വീണ്ടും നമ്മൾ വേറെ വർക്കുമായിട്ട് നമ്മളിവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്തേക്കണം. 10 മിനിറ്റ് ആയിരുന്നല്ലോ നമ്മൾ, വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. താങ്ക് യു. ചിത്രം ലൈവ് അവിടെ വന്ന് വരച്ചു. നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ രോഹിത്ത് എന്നോട് ചോദിച്ചത് കൊടുക്കുന്നു ചോദിച്ചു. ഞാൻ നേരോട്ട് വരാൻ കൊടുക്കാന്ന് പറയും. അതൊക്കെ ഏറ്റിരിക്കുകയാണ് ചിത്രം. നല്ലൊരു സന്തോഷം. വളരെ സന്തോഷം. നമ്മുടെ ക്ഷേത്രത്തിലൂടെ വന്ന് ഇതുപോലൊരു ചിത്രം എത്ര വേഗം വരച്ച് ഭയങ്കര സന്തോഷം തോന്നി. 3 ദിവസം ഇതിൽ അടുപ്പിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കണ്ടില്ല. അങ്ങനെ എനിക്ക് തോന്നി ഇവിടെ വരച്ചേക്കാൾ ഫാമിലി വന്ന ഒരുപാട് സന്തോഷം.